بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله على محمد وعلى آله وأصحابه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ സന്തോഷപൂർവ്വം ഈ യുദ്ധം കാരണമാക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അതിഥികളായി നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് ഈ വർഷം യാത്ര പോകുന്ന ഹാജിമാർക്ക് യാത്രയിലേക്ക് വരിക എന്ന സുന്നത്തായ ഒരു കർമ്മത്തിലാണ് ഈ നിറഞ്ഞ സദസ്സ് സാക്ഷ്യം വഹിക്കുന്നത്. അല്ലാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സദസ്സ്. അല്ലാഹുവിന്റെ കഅബയിലേക്ക് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് കാലം മനസ്സിൽ വെച്ച് പുലർത്തിയിരുന്ന ആഗ്രഹങ്ങളുടെ യാഥാർത്ഥ്യവൽക്കരണത്തിന് വേണ്ടി നമ്മുടെ നാടിന്റെ പ്രതിനിധികളായി മക്കയിലേക്ക് പോകുന്ന ഹാജിമാരുടെ സദസ്സ് അല്ലാഹു സ്വീകരിക്കുമാറാണ്. കഅബയിലേക്ക് അല്ലാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യാൻ പരിഗണിക്കപ്പെട്ട ഒന്നാമത്തെ സ്ഥാപനം, അതും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറയുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു തന്റെ കൂട്ടുകാരനാക്കി യുദ്ധ ചങ്ങാതിയാക്കി തെരഞ്ഞെടുത്തു എന്നതുകൂടി നമ്മൾ അറിയുക. എന്തിനാണ് ലോകത്ത് വന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു കൂട്ടുകാരനായി തെരഞ്ഞെടുത്തത്? എന്തുകൊണ്ട് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ ഖലീലുള്ളാഹി അല്ലാഹു തെരഞ്ഞെടുത്തില്ല? നമുക്ക് ആലോചിക്കാം. നമ്മൾ പറയുന്നു അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളുടെ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള നമ്മളൊക്കെ നമസ്കാരത്തിൽ പറയുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു സ്വലാത്ത്, ഇബ്രാഹിമി സ്വലാത്ത് എന്നാണ് പറയുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൽ മജീദ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിക്ക് നീ ശാന്തി നൽകിയ പോലെ, സമാധാനം നൽകിയ പോലെ നീ എനിക്കും ശാന്തി നൽകുന്നത്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ മാർഗത്തിൽ മികച്ച അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പൂർവ്വപിതാവായ ഇബ്രാഹിമിന്റെ മാർഗത്തിൽ എന്ന വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. നമ്മൾ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കുടുംബത്തിനും സലാത്ത് നൽകണം. ഇബ്രാഹിം അലൈഹിസ്സലാമിക്ക് സലാത്ത് ചെയ്തതുപോലെ, അനുഗ്രഹിച്ചതുപോലെ എന്തോ ഒരു പ്രത്യേകത ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഉണ്ടല്ലോ. وَإِذِ ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُنَّ قَالَ إِنِّي جَاعِلُكَ لِلنَّاسِ إِمَامًا قَالَ وَمِنْ ذُرِّيَّتِي قَالَ لَا يَنَالُ عَهْدِ الظَّالِمِينَ. വിശുദ്ധ ഖുർആൻ ആ സംഭവം തന്നെ വിളിച്ചറിയിക്കുന്നു. ഇബ്രാഹിമിനെ നാം പരീക്ഷിച്ചു. وَإِذِ ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ, ചില കലിമാത്തുകൾ കൊണ്ട്, ചില വചനങ്ങൾ കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു പരീക്ഷിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാം ആ പരീക്ഷണം ഒന്നാകെ പൂർത്തീകരിച്ചു. فأتمهن قال إني جاعلك للناس إماما. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞ വർത്തമാനം പറയുന്നു. ഇബ്രാഹിമേ, നിന്നെ നാം ലോക ജനതയ്ക്ക് നേതാവാക്കി. ഇബ്രാഹിം അലൈഹിസ്സലാം
ആ പരീക്ഷണങ്ങളിലൂടെ ലോകത്ത് മുഴുവൻ മനുഷ്യരുടെയും നേതാവായി ഇമാമായി നിശ്ചയിക്കപ്പെടുകയാണ്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലാകുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം ജനിച്ചു വീണ ഭൂമി ഇറാഖാണ്. ഇറാഖ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് ശവപ്പറമ്പാണ്. നമുക്ക് സങ്കടത്തോടുകൂടി മാത്രം നോക്കാൻ കഴിയില്ല. ഒരുപാട് കുഞ്ഞു മക്കളുടെ രക്തം പുരണ്ട മണ്ണാണ് ഇറാഖ്. പക്ഷേ ലോകത്ത് ഇറാഖിന് സ്ഥാനമുണ്ട്. ലോക സംസ്കാരങ്ങളിൽ ഏറ്റവും പുരാതനമായ സംസ്കാരങ്ങളിൽ ഒന്നായി ഇറാഖിന്റെ ബാബിലോണിയൻ സംസ്കാരം അറിയപ്പെടുന്നു. നൈൽ നദിയും മറ്റു കൊടുക്കുന്ന ഈജിപ്ഷ്യൻ സംസ്കാരവും ഇന്ത്യയിലെ സിന്ധു നദീകരണം എന്ന് പറയുന്ന അതിപുരാതനമായ സംസ്കാരവും ഒക്കെ വരുന്നതിന് മുമ്പ് ബാബിലോണിയൻ സംസ്കാരം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ ലോകത്ത് വന്നിട്ടുള്ള നിയമങ്ങളിൽ ഏറ്റവും പുരാതനമായ നിയമ സംഹിത സൊറാസ്ട്രിയത്തിന്റെ കാലത്ത് അവിടുണ്ടായിരുന്ന ബാബിലോണിയൻ നിയമങ്ങളായി. വിശുദ്ധ ഖുർആൻ ഇന്ന് പറയുന്ന ഒരുപാട് നിയമങ്ങൾ, കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, ചെവിക്ക് ചെവി എന്ന് തുടങ്ങി ശിക്ഷാവിധികൾ പറയുന്ന ഇന്നത്തെ ആധുനിക ഇസ്ലാമിക ശിക്ഷാവിധികളിൽ അതുപോലെ സമാനമായ ശിക്ഷാവിധികൾ ബാബിലോണിയൻ സംസ്കാരങ്ങളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഒരുപാട് പുരാതനമായ സംസ്കാരങ്ങളുടെ നാട്ടിൽ ഒരുപാട് സൗകര്യങ്ങൾക്ക് നടുവിൽ ജനിച്ചു വളർന്നുവന്ന ആ സമൂഹത്തിന്റെ ഇടയിൽ ജീവിച്ചിരുന്ന ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ജനിച്ചത് മുസ്ലിയാനി കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ പോരാ. അന്നത്തെ വലിയ ഭരണാധികാരികളുടെ നടുവിൽ പുരോഹിത കുടുംബത്തിൽ നമ്മൾ പറയുന്ന പോപ്പിനെ പോലെ ക്രിസ്തീയ സമൂഹത്തിൽ അറിയപ്പെടുന്ന പോപ്പ് എന്ന് പറയുന്ന ഭരണാധികാരി നമുക്കറിയാം. ഒരുപക്ഷെ അതുപോലെ ഭരണകൂടവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ പുരോഹിത കുടുംബത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരുപാട് മതസങ്കല്പങ്ങൾക്ക് നടുവിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഏകനായ അല്ലാഹുവിനെ കണ്ടെത്തുകയും ആ ഇബ്രാഹിം അലൈഹിസ്സലാം പടച്ചതമ്പുരാന്റെ മാത്രം പ്രീതി വെച്ചുകൊണ്ട് അവിടെ ജീവിതം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ അനുഭവിക്കേണ്ടി വന്ന പരീക്ഷണങ്ങൾ, എല്ലാ പരീക്ഷണങ്ങളെയും പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരുപക്ഷെ പ്രവാചകനാകുന്നതിന് മുമ്പ് ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിരിക്കെ അതൊക്കെ ഏറ്റെടുത്ത് അതിനെ വിജയം വരിച്ചു എന്നതാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ നാടിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് സൗകര്യങ്ങൾക്ക് നടുവിൽ, ഒരുപാട് മാമൂലുകൾക്ക് നടുവിൽ, ഒരുപാട് ആചാരങ്ങൾക്ക് നടുവിൽ പണ്ട് മുതലേ നമ്മൾ പുലർത്തി വന്നിരുന്ന ഒരുപാട് സങ്കല്പങ്ങൾക്ക് ഉള്ളിൽ നിന്ന് മക്കയിലേക്ക് പോകാൻ പോകുന്ന എന്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം ഇറാഖിലെ ആ സംസ്കാരങ്ങൾക്ക് നടുവിൽ നിന്നാണ് അള്ളാഹുവിന്റെ വിളി കേട്ടിട്ട് അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് പുറപ്പെടുന്നത് മക്കയിലേക്ക്. ആ യാത്രയിൽ സ്വന്തം പിതാവിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു, ഇന്നി ദാഖിലുൻ ഇലാ റബ്ബി സയഹ്ദീനി റബ്ബി, എന്റെ റബ്ബിലേക്ക് ഞാൻ യാത്ര ചെയ്യുകയാണ്. പിതാവെ, താങ്കൾ വെച്ചുപുലർത്തിയിരുന്ന ദൈവസങ്കല്പങ്ങൾ, ഒരുപാട് ഗ്രന്ഥങ്ങളെ ആരാധിക്കുന്ന, ഒരുപാട് മാമൂലുകൾക്ക് നിൽക്കുന്ന ഒരു മതസങ്കല്പമുണ്ടല്ലോ, അത് ഞാൻ പൊട്ടിച്ചെറിയുന്നു. എനിക്ക് അങ്ങനെ ദൈവങ്ങൾ വേണം. എനിക്ക് അങ്ങനെ പുരോഹിതന്റെ കുടുംബത്തിൽ ജീവിച്ചിട്ട് ഭരണകൂടത്തിന്റെ ആനുകൂല്യങ്ങൾ വേണ്ട. എനിക്ക് അല്ലാഹുവിന്റെ പ്രീതി മതി. അതുകൊണ്ട് താങ്കൾ എന്നെ എറിഞ്ഞോടിച്ചാലും ഇല്ലെങ്കിലും ഇന്നി ദാഖിലുൻ ഇലാ റബ്ബി, ഞാൻ എന്റെ നാഥന്റെ അടുക്കിലേക്ക് യാത്രയാവുകയാണ് എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അന്ന് പറഞ്ഞത്. പത്തനാപുരത്ത് നിന്നും വെരുത്ത പ്രദേശത്ത് പോകുന്ന ഹാജി അറിയേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ യാത്രയാവും. നിങ്ങൾ യാത്രയാവുന്നത് ഇന്നി ദാഖിലുൻ ഇലാ റബ്ബി, ഞാൻ എന്റെ റബ്ബിലേക്ക് യാത്രയാവും എന്നാണ്. ഹജ്ജ് അങ്ങനെ യാത്രയാണ്, അല്ലാഹുവിലേക്കുള്ള യാത്ര. ഇബ്രാഹിം അലൈഹിസ്സലാം ആ ഈജിപ്തിന്റെ ഇറാഖിന്റെ മണ്ണിൽ നിന്ന് മരുപ്രദേശമായ മക്കയിലേക്ക് യാത്രയായ ആ യാത്ര ഇന്നി ദാഖിലുൻ ഇലാ റബ്ബി സയഹ്ദീനി റബ്ബി, വഴി അറിയാതെ ഒരുപക്ഷെ അവരൊന്നുമില്ലാതെ കഴിഞ്ഞിരുന്ന ആ പശ്ചാത്തലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വഴികാട്ടി തരുമെന്ന പ്രതീക്ഷയിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പോയത്. പരീക്ഷണങ്ങളായി നമ്മൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പരീക്ഷണങ്ങൾ തന്നെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഈ ആദർശം അംഗീകരിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം മാറ്റി ഒഴിക്കപ്പെട്ടു. ഇതിനെ ഞാൻ എഴുതി ഒഴിക്കും. ആരാ പറയുന്നത്? പിതാവ്, സ്വന്തം പിതാവ്
ആ എറിഞ്ഞു ഓടിക്കുന്നതിനുള്ള ഒരു പേടിയില്ലാതെ എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ ഒറ്റപ്പെട്ടുള്ളത്. പക്ഷേ എനിക്ക് എന്റെ അപ്പു വഴി കാണിച്ച് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പോയി. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഭരണകൂടം ബന്ധപ്പെടുത്തി. ഭരണാധികാരി നമ്രൂദ് എന്ന് പറയുന്ന ആ കേവലായ ഭരണാധികാരി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഒറ്റപ്പെടുത്തി എന്ന് മാത്രമല്ല, ഒരു ജിഗുണ്ടാരം സ്ഥാപി ആ ജിഗുണ്ടാരത്തിലേക്ക് തെറ്റ് വില്ലെടുത്തിട്ട് ആ വില്ലിൽ കയറ്റി അമ്പയിലിട്ട് ആ അതികഠിനമായി കത്തിയിരിക്കുന്ന ഈശ്വരയിലേക്ക് വലിച്ചെറിയുമ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ മനസ്സിൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സിലുണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം രക്ഷപ്പെട്ടു. ഇബ്രാഹിം അലൈഹി ഇസ്ലാം രക്ഷപ്പെട്ടല്ലോ, നമ്മളൊന്ന് സമാധാനിക്കുന്നു. പക്ഷെ സഹോദരങ്ങളെ, നമ്മൾ അറിയണം, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയ തീയിലേക്ക് ആ തെറ്റുകളിൽ കയറ്റി വെച്ചിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഏറ്റുവിടുമ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. തീ തണുക്കുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിക്ക് പ്രതീക്ഷയില്ല. ഈ തീയിലേക്ക് പോയാൽ എന്റെ ശരീരത്തിന്റെ രോഗഭൂതങ്ങളല്ല അസ്ഥിവഞ്ചനങ്ങളൊക്കെ ധരിച്ച് അലിച്ച് തീയിലേക്ക് ചേരുമെന്ന പ്രതീക്ഷ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ മനസ്സിലുണ്ട്. പക്ഷെ പേടിയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അല്ലാഹുവിലേക്ക് പോകും. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ ആ പശ്ചാത്തലത്തിൽ നിന്നത് മലക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയോട് ചോദിച്ചു പോലും, മലക്കാലയെ മാറ്റ എന്നെ കൊണ്ട് എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ? ആരാ വരുന്നത്? മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം. പ്രവാചകന്മാർക്ക് വഹീ നൽകുന്ന മലക്ക്, വിശ്വസ്തനായ കരുത്തനായ മലക്ക്, അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച് എന്ത് സഹായവും ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്നു, മലക്കാലയെ മാറ്റ ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ? നിനക്ക് ഈ തീയിലേക്ക് പോലെ എന്തെങ്കിലും ഒരു സഹായം അല്ലാഹുവിന്റെ ഞാൻ എന്തെങ്കിലും പറയണോ? നമ്മളാണെങ്കിൽ പറയും, ജിബ്രീലെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഈ ദൈവം രക്ഷപ്പെട്ടു. പക്ഷേ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറയുന്നു, എന്നെ എന്റെ നാഥൻ അറിയുമല്ലോ, ഞാൻ എവിടെയാണുള്ളത് അല്ലാഹുവിനെ അറിയുമല്ലോ, എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തീയിലേക്ക് ഒലിച്ചെറിയപ്പെടാൻ പോകുന്നതെന്ന്, ഭരണകൂടം എന്നെ ഒറ്റുകൊടുത്തിരിക്കുന്നുവെന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന് അടിപിടിച്ചിരിക്കുന്നുവെന്ന് അല്ലാഹുവിനെ അറിയുമല്ലോ, എന്നെ കുറിച്ച് അറിയാത്തവനല്ലോ എന്റെ റബ്ബ്. അതുകൊണ്ട് എനിക്ക് രക്ഷയാണെന്ന് അല്ലാഹുവിനോട് ചോദിക്കാൻ, അല്ലാഹുവിനോട് പറയാൻ എനിക്ക് രക്ഷയാണ്, എന്റെ കാര്യം അല്ലാഹു നോക്കിക്കൊള്ളു. ഇങ്ങനെ അജന്തരമായി എന്റെ തമ്പുരാൻ അറിയാമെന്നെ കുറിച്ച് ഞാൻ ചോദിക്കാതെ തന്നെ എന്നെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദികളുള്ള പടച്ച തമ്പുരാനിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന പ്രതീക്ഷയ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആ തെറ്റുകളിൽ കരയിരിക്കുന്നത്. അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. പിന്നെ മരുഭൂമികൾ താണ്ടിയിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം യാത്ര ചെയ്തു. ഒരു പിഞ്ചു കുഞ്ഞിനെയുമായി ഇസ്മായിൽ എന്ന് പറയുന്ന പിഞ്ചു കുഞ്ഞ്, പുലന്മാര് മാത്രം കുടിക്കുന്ന ഇബ്രാഹിം ഇസ്മായിൽ, കൂടെയോ അവരെയുമായ ഒരു അടിമസ്ത്രീയായ ഹാജറ. ഈ ഹാജറ എന്ന് പറയുന്ന അവരായ പെണ്ണിനെയും കയ്യിൽ പിടിച്ച് ആ പിഞ്ചു കുഞ്ഞിനെയും പിടിച്ചിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ദിവസങ്ങളോളം ആഴ്ചകളോളം ചുട്ടുകൊള്ളുന്ന 4000 നടന്നിട്ടാണ് അന്ന് കഅബ നിലനിൽക്കുന്ന ഹജ്ജിന്റെ നമ്മൾ ഒരുമിച്ച് പോകുന്ന കഅബയുടെ പരിസരത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം എത്തിയത്. അറിയണം, നമ്മൾ ഹജ്ജിന് പോകുന്നത് ഏഷ്യയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഏറ്റവും നല്ല ഫ്ലൈറ്റ്. ഹജ്ജ് ഗ്രൂപ്പാണെങ്കിലും ഗവൺമെന്റ് ഏജൻസികളാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും കൂടി ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് നല്ല വണ്ടി വിളിച്ചിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയ സൗകര്യത്തോടു കൂടി നമ്മൾ ഹജ്ജ് ക്യാമ്പിലെത്തും. അവിടെ നിന്ന് നിർദ്ദേശത്തിന് കൃത്യമായ ഗൈഡുകളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, വളണ്ടിയേഴ്സുണ്ട്, നമ്മുടെ ലഗേജ് പിടിക്കാൻ ആളുണ്ട്, നമുക്ക് കാലിടറിയാൻ നമ്മുടെ കയ്യിൽ പിടിച്ച് നടത്താൻ കൂടെ വളണ്ടിയേഴ്സുണ്ട്. ഒരുപാട് സൗകര്യങ്ങളും കൂടിയാണ് നമ്മൾ ഹജ്ജിന് പോകുന്നത്. പക്ഷെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം മരുഭൂമി നാട്ടിൽ പോകുമ്പോ കുടിക്കാൻ വെള്ളമില്ല. അവശരായി മരുഭൂമിയിൽ ആ ചുട്ടുകൊള്ളുന്ന വളരെ സൂര്യന്റെ താഴെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇരിക്കുന്നത്. കൂടെ അവരായ രണ്ടും പിഞ്ചു കുഞ്ഞും. ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ യാത്രയാണ് നമ്മൾ പോകുന്ന ഹജ്ജ്. അങ്ങനെ ഒരുപാട് ഹജ്ജ് കഴിഞ്ഞ നൂറ്റാണ്ടുകൾ നമ്മളുണ്ട്. കേരളത്തിൽ നടന്ന് ഹജ്ജ് ചെയ്ത ആളുകളുണ്ട്. നമ്മൾ അങ്ങനെയൊന്നുമല്ല ഹജ്ജിന് പോകുന്നത്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് പോകുന്നത്. പക്ഷേ ഈ ഹജ്ജിന് പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന ഒന്ന് ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയാണ്. ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാം നമ്മുടെ മനസ്സിലുണ്ടാകും. പടച്ചുറപ്പിനെ ഇബ്രാഹിം പോയ വഴിയിലൂടെ
പ്രയത്നിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മരുഭൂമിയിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ ആ മരുഭൂമിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന ചിന്ത നമ്മുടെ മനസ്സുണ്ടാകണം. അത്രയെങ്കിലും നമ്മൾ ഓർക്കണം ഇബ്രാഹിമിനെ കുറിച്ച്. ഇബ്രാഹിം അലൈഹിസ്സലാം ആ പരീക്ഷണങ്ങളിൽ അഭിനയിച്ചത്. പരീക്ഷണങ്ങൾ ഇറാഖിലെ പരീക്ഷകൾ വിജയിച്ചു പോയിട്ട് മരുഭൂമികൾ സമയത്ത് കഅബ നിലനിൽക്കുന്നതിന്റെ പരിസരത്ത് സഫയും മറുപടിയും അവിടെ പോകുമ്പോ കഅബ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്ത അനുഭൂതി ഉണ്ടാകും. സഹോദരന്മാരെ, ആദ്യം ഉംറ നിർവഹിക്കാൻ പോകുന്നത് ഇവിടെ സമുദ്രമായിട്ട് ഇഹ്റാം കെട്ടി കിട്ടിയിട്ടുണ്ട്. പോയിട്ട് ഉംറയാണ് ആദ്യം നിർവഹിക്കുന്നത്. ഉംറ നിർവഹിക്കാൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ താമസിക്കാനുള്ള സൗകര്യമുള്ള ബിൽഡിങ്ങുകളും അവിടുന്ന് കുളിച്ച് വൃത്തിയായിട്ട് ഇഹ്റാമിനായിട്ടാണ് പോകുന്നത്. ഇഹ്റാമിനെ കുറിച്ച് ഇഹ്റാം പവിത്രമാണ്, ചില ഹറാമാക്കുന്നതാണ്. അനുവദനീയമായ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ച ഒരുപാട് കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്നതാണുള്ള ഇഹ്റാം. കുറെ നിബന്ധനകളുള്ള ഇഹ്റാം. ആ ഇഹ്റാമില് നമ്മൾ അല്ലാഹുവിലേക്ക് യാത്രയാകാൻ വേണ്ടിയുള്ള ഒരുക്കം, അല്ലാഹുവിന്റെ പടയാളികളായി പുരുഷന്മാരെ ഒരൊറ്റ കൊണ്ടുടുത്ത് ഒരൊറ്റ കൊണ്ട് പുതച്ച് 2 വസ്ത്രങ്ങൾ പടയാളികൾ അല്ലാഹുവിന്റെ പടയാളികളായി ഒരുക്കുകയാണ്. സ്ത്രീകൾ നേരത്തെ തയ്യാറാണ്. നേരത്തെ സ്ത്രീകൾ അവരുടെ വസ്ത്രധാരണത്തിൽ അല്ലാഹുവിന്റെ അതിഥികളായി പോകാൻ വേണ്ടി മുമ്പ് തന്നെ മുഖവും മുൻകൈയുടെ ബാക്കിയൊക്കെ മറച്ചിട്ട് ഇഹ്റാമിലെ വേഷത്തിലാകുന്നത്. ഇനിയും വേഷം ശരിയാകാത്തവരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ശരിയാക്കണം തെളിവുകളും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ അതിഥികളായി പോകാൻ വേണ്ടി സ്ത്രീകൾക്ക് പ്രത്യേക വേഷമില്ല, അവർക്ക് നേരത്തെയുള്ള വേഷം. പക്ഷേ നിയ്യത്തോടു കൂടി ഇഹ്റാം ചെയ്യും. അങ്ങനെ ഇഹ്റാം ചെയ്യാൻ അവർ പിന്നെ അല്ലാഹുവിന്റെ അതിഥികളായി, അല്ലാഹുവിന്റെ പടയാളികളായി സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെ പോകുന്നു. മക്ക കാണുമ്പോ എല്ലാം അനുഭൂതി ഉണ്ടാകും. മസ്ജിദുൽ ഹറാം ദൂരെ നിന്ന് തന്നെ കാണാം. നമ്മൾ പോകുമ്പോ 2 മിനാരമെങ്കിലും ഏത് ഭാഗത്തു കൂടി പോയാലും 2 മിനാരെങ്കിലും കാണും. ആ മിനാരെ കാണുമ്പോ മനസ്സിൽ ഒരു വല്ലാത്ത സന്തോഷം തോന്നും. എന്നിട്ട് മിനാരം ഒക്കെ കഴിഞ്ഞ് അകത്ത് പടച്ചവരെ നീ എനിക്ക് ഭാഗ്യം നൽകി, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ആ ഒരു ഏത് പ്രദേശത്ത് പോയാലും പള്ളിയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പ്രത്യേക അടയാളമില്ല. സഫാമറയുടെ ഭാഗത്താണ് ഒരു ലൈൻ, ഒരു മാർബിൾ പ്രത്യേകിച്ചുള്ള മറുഭാഗത്ത് വാതിലുകളിൽ കിടന്നറിയും. അവിടെ കയറുമ്പോ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലാകണം, അല്ലാഹുവേ എന്നെ പോലെ ഇവിടെ വരാൻ ആഗ്രഹിച്ച ഒരുപാട് വിശ്വാസികളായ ആളുകൾ എന്റെ നാടുകളിലുണ്ട്. ആ നാട്ടിൽ നിന്ന് അവരുടെ വക്ത് അള്ളാഹുവിന്റെ ഹാജിമാരെ കുറിച്ച് പ്രവാചകരുമായി ശ്രമിച്ചു. വക്തുവ അള്ളാഹുവിന്റെ പ്രതിനിധിത്വം, അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ധരിപ്പിക്കാൻ വേണ്ടി അതാത് ആളുകളിൽ നിന്ന് വരുന്ന പ്രതിനിധി സംഘമാണ് ഹാജിമാർ എന്ന പ്രവാചകരുമായി ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ എത്തുമ്പോൾ ഞങ്ങൾ വക്തുകളാണ്, പ്രതിനിധി സംഘമാണ് എന്ന ഒരു മനസ്സുകൂടി വെച്ചുകൊണ്ടായിരിക്കും മസ്ജിദ് പ്രവേശിക്കേണ്ടത്. മസ്ജിദ് ഹറമിൽ പ്രവേശിച്ച് അങ്ങോട്ട് ബാബുസലാം കാണുമ്പോ കയറുമ്പോ കഅബ കാണും. കഅബ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭവനമാണല്ലോ. ഒരു ബിംബുവില്ല, ഒരു രൂപവുമില്ലാത്ത ഒരു ചതുരാകൃതിയിലുള്ള കറുത്ത മൂടുപടമിട്ട ഒരു കെട്ടിടം. പക്ഷേ ആ കഅബയ്ക്ക് ഒരുപാട് കഥ പറയാൻ, ഒരുപാട് കഥ. ആ കഥയിൽ ഒന്നാമത്തെ കഥ إذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا وتب علينا إنك أنت السميع العليم. ഇത് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയും ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമിയും കൂടെ ഹാജരയിൽ കൂടി പണിയുണ്ടാക്കിയ ആ ഭവനമാണ് എന്ന ബോധം. കഅബ പണിഞ്ഞത് 4000-ലധികം വർഷങ്ങൾക്ക് അപ്പുറത്ത് നേരത്തെ ഇബ്രാഹിം അലൈഹിസ്സലാം സഞ്ചരിച്ചു പോയിട്ട് അവിടെയാണ് കഅബ പണിയുന്നത്. അതുകൊണ്ട് കഅബയെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും കൂടി ലോകത്ത് അല്ലാഹുവിന് വേണ്ടി മാത്രം ആരാധന കഴിക്കാൻ പണിത ഒന്നാമത്തെ ഭവനം കഅബ ഭൂമിയുടെ മധ്യഭാഗത്താണ്. അങ്ങനെ അത്ഭുതമാണ്. ലോകത്ത് ഭൂപടമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ കേന്ദ്രഭാഗം കഅബ നിൽക്കുന്ന ഭാഗമാണ്. കഅബയുടെ മുകളിൽ ബൈത്തുൽ മഅമൂറുണ്ട്. ബൈത്തുൽ മഅമൂർ മലാക്കമാരുടെ മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു പള്ളിയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ താഴെ ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാരുടെ സംഘം, മുകളിൽ ലക്ഷക്കണക്കിന് വരുന്ന മലക്കുകളുടെ സംഘം, ഇങ്ങനെ മുകളിൽ
ഇസ്മായിൽ അലൈഹിസ്സലാമിൽ പ്രാർത്ഥനയും പറയുന്നുണ്ട്. തന്നെ പറയുന്നത്. അപ്പൊ കഅബയെ കുറിച്ച് നമുക്ക് കഅബ കാണുമ്പോൾ നമ്മൾ മനസ്സിലാകണം. ഞാൻ ജനിച്ചു വീണപ്പോ എന്റെ മുഖം ആ കഅബയിലേക്ക് തിരിയണമെന്ന് എന്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ചു. ഞാൻ കിടന്നുറങ്ങിയപ്പോ ഒന്നാമത്തെ പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങൾ വലത്തോട്ട് ചരിഞ്ഞു കിടന്നിട്ട് കഅബയിലേക്ക് മുഖം തിരിച്ചു വെക്കണം. പറഞ്ഞാൽ കഅബ നമ്മുടെ മനസ്സിൽ ഏത് ചെറിയ കുഞ്ഞു പോലും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കഅബയിലേക്ക് മുഖം തിരിക്കണം. എല്ലാവരും ഉറങ്ങുമ്പോ നമ്മോട് മരിച്ചു കിടന്നാൽ നമ്മുടെ മുഖം തിരിച്ചു വെക്കുന്നത് കഅബയിലേക്ക്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടുതലുള്ള ആളുകൾ അവരുടെ ആഗ്രഹം എന്റെ സഹോദരന്റെ എന്റെ സഹോദരിയുടെ മുഖം കഅബയിലേക്ക് തിരിച്ചിരിക്കട്ടെ. അങ്ങനെയാ ചെയ്യാറുള്ളത്. മരിച്ചു മയ്യത്ത് കബറിൽ വെച്ചാൽ അപ്പോഴും സുന്നത കഅബയിലേക്ക് തിരിച്ചു വെക്കാൻ. അങ്ങനെ ലോകത്തെ മുഴുവൻ മനുഷ്യരും വിശ്വാസികളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കഅബ. നമ്മൾ വീട് വെച്ചാൽ ആ വീട് വെക്കുമ്പോ ആദ്യം നോക്കുന്നത് ഖിബ്ലയ്ക്ക് അഭിമുഖമായി കഅബയിലേക്ക് തിരിച്ചു വെക്കാൻ പറ്റുമോ? അങ്ങനെ വിശ്വാസം. അങ്ങനെ വീട് വെക്കുമ്പോൾ അങ്ങനെ കച്ചവട സ്ഥാപനത്തിൽ ഇരിക്കുന്ന കച്ചവടക്കാരൻ മുതലാളി ആഗ്രഹിക്കുന്നത് കഅബയിലേക്ക് തിരിഞ്ഞിരിക്കണം. ക്യാഷ് കൗണ്ടർ എന്റെ മുഖം കഅബയിലാകട്ടെ. പരിശോധിച്ച് നോക്കൂ, ഏത് വിശ്വാസങ്ങളുടെ കളയിൽ പോയാലും പരമാവധി കഅബയിലേക്ക് തിരിയണം. ഇങ്ങനെ മനസ്സിൽ ചെറുപ്പത്തിൽ നമസ്കരിക്കുമ്പോ ഉറങ്ങുമ്പോ കിടക്കുമ്പോ യാത്രയിലൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന തിരിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കഅബ കാണുന്നത് അനുഭൂതിയാണ്. അപ്പൊ ഒരു പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥനകൾ പഠിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. കഅബ കാണുമ്പോ പിന്നെ നമ്മുടെ മനസ്സിലാകണം കഅബ പഠിച്ചത് ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പണിയുന്നു. കല്ലെടുത്ത് കൊടുക്കുന്നത് ഇസ്മായിൽ അലൈഹിസ്സലാം, പഠിച്ച് ഉയർത്തുന്നത് മേശരി ഇബ്രാഹിം അലൈഹിസ്സലാം. അഥവാ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും വിയർപ്പിന്റെ ചർച്ച കൂടി ചേർത്ത് പള്ളിക്കാറ്റ് കഅബയിലാണ് പോകുന്നത്. അവിടെ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു പ്രദേശം കൂടിയുണ്ട്. കഅബയുടെ ഭാഗമായി കഅബയുടെ ഒരു ഭാഗത്ത് ഒരു മതില്, അതും കഅബയുടെ ഭാഗമാണ് എന്ന് പ്രവാചകനെ പഠിപ്പിച്ചിരിക്കുന്നു. അതിനുള്ളിൽ നമസ്കരിച്ചാൽ കഅബയ്ക്കുള്ളിൽ നമസ്കരിച്ചപ്പെടുക. തവാഫ് ചെയ്യുമ്പോൾ അതിന് പുറത്തുകൂടെ തവാഫ് ചെയ്യാൻ പാടുള്ളൂ. എന്താ ഇസ്മായിൽ ഹാജറ റളിയല്ലാഹു അൻഹ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ഇരുത്തി ആരുകൊടുത്തു വളർത്തിയ സ്ഥലമാണ് എന്നാണ് ഹാജറയുടെ മടിക്കെട്ട് എന്നതിന്റെ അർത്ഥം. അങ്ങനെ ഇസ്മായിൽ കൂടി അതിന്റെ കൂടെ ചേർക്കപ്പെട്ടിരിക്കുന്നു. 3 ആളുകൾ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിൽ വരണം. 1 ഇബ്രാഹിം അലൈഹിസ്സലാം, 2 ഇസ്മായിൽ അലൈഹിസ്സലാം, 3 ഹാജറ. ഈ 3 പ്രതീകങ്ങളാണ്. 3 പ്രതീകങ്ങളാണ്. ഒന്ന്, ഒരു പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് പറയുന്ന പ്രവാചകൻ ഖലീലുള്ള, അതുപോലെ തന്നെ ഈ ഇസ്മായിലിന്റെ പിതാവ്. അതുപോലെ ഹാജറ എന്ന് പറയുന്നത് ഒരു അടിമ പെണ്ണാണ്. ഇസ്ലാമില് ഈ സ്ത്രീക്ക് വല്ലാത്ത സ്ഥാനം. അതുമായി ബന്ധപ്പെട്ട് കുറെ രംഗങ്ങളുണ്ട്. ആ രംഗം തവാഫ് ചെയ്യുമ്പോൾ നമ്മൾ പറയും. നമ്മളപ്പോ കഅബയിലെ മഖാമിലേക്ക്, മഖാം എന്ന് പറയുന്നത് തവാഫ് ചെയ്യുന്ന സ്ഥലം. ആ മഖാമിൽ ഇറങ്ങുമ്പോ ഹജ്ജുമാരുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. ആ ചിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹുവിന്റെ തിരുമേനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി നടന്ന സ്ഥലം. പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് കഅബയുടെ കുറച്ചപ്പുറത്തേക്ക് മാറിയ അബൂജഹലിന്റെ വീട് എവിടെയാ? അബൂജഹലിന്റെ വീടാണ് അവിടുത്തെ കബൂസും മൂത്രപ്പറയുമൊക്കെ ഇറങ്ങി മാറ്റിയിരിക്കുന്നത് എന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുന്ന വീട് ഒരു ലൈബ്രറിയായി നിലനിൽക്കുന്നു. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിൽ വളർന്ന സ്ഥലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വളർന്ന സ്ഥലം, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു വളർന്ന സ്ഥലം, ചെറുപ്പത്തിൽ അവർ ഓടി നടന്ന സ്ഥലം, അവർക്ക് അതുമായി വല്ലാത്ത ബന്ധമുണ്ട്. ആ പശ്ചാത്തലമാണ് കഅബയും പരിസര പ്രദേശവും. അതിലപ്പുറത്ത് ഒന്നുകൂടി നമ്മൾ അറിയണം, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ തുടരുന്ന നമ്മളാണല്ലോ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന സ്ഥലം. ഒന്നാമത്തെ രക്തസാക്ഷി സുമയ്യ റളിയല്ലാഹു അൻഹ ഇസ്ലാം അംഗീകരിച്ചതിന്റെ പേരിൽ രക്തസാക്ഷിയാകുന്നത് കഅബയുടെ കാലത്ത് ഈ മഖാമിൽ കിടന്നിട്ടാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഇസ്ലാമിന് വേണ്ടി ആദ്യമായി രക്തസാക്ഷി വഹിച്ച ഒരു വനിത ഒന്നാമത്തെ വിശ്വാസി. മുസ്ലിസ്ഥാനത്ത് കുന്തം കുത്തി ഇറങ്ങിയിട്ട് രക്തസാക്ഷിയായ
പടച്ചുതമ്പുരാനെ, ഞാൻ ദീനിന്റെ ബുദ്ധീകരണത്തിന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ വരുമ്പോ എത്ര രക്തമായ കിട്ടിയത്. അമ്മാരുടെ യാത്ര അമ്മാറിന്റെ ഈ യാത്രയിലേക്ക് കഥയും അവിടെയുണ്ട്. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അതികഠിനമായി പരീക്ഷിക്കപ്പെട്ട യാത്രകളുടെ പേരിൽ ക്ഷമിക്കുക എന്ന് പഠിപ്പിച്ച ആ യാത്രകളിലും അവിടെ തന്നെയാണ് അമ്മാവും യാത്രകളൊക്കെ രക്തസാക്ഷിയായത് ഈ കർമ്മയുടെ പരിചരണമാണ്. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാകണം, തവാഫിന് വേണ്ടി മസാഫ് കിടക്കുമ്പോ ഹാജിമാർ മനസ്സിലുണ്ടാകുന്നത്, അല്ലാഹുവേ, ഞാൻ അംഗീകരിച്ചു വന്ന ഈ ഇസ്ലാമിന് വേണ്ടി ആദ്യ രക്തസാക്ഷികൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുപോലെ നമ്മളറിയണം, അന്ന് ബിലാലിന്റെ കഥ. ബിലാലിന്റെയും ഇതേ കാബയുടെ പരിസരത്തിലാണ് കഠിനമായി പരീക്ഷിച്ചത്. അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ കാബയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ തവാഫിന് വേണ്ടി ഈ കാബയുടെ പരിസരത്തുമ്പോ ഹാജിയുടെ മനസ്സിലുണ്ടായിരുന്നത് ആ ഓർമ്മകൾ, ഇബ്രാഹിമും ഇസ്മായിലും ഹാജറയും അതുപോലെ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ സഹാബികളുടെ കഥകളൊക്കെ ആ പരിസര പ്രദേശത്ത് ഉണ്ട് എന്നും അത് മുഖേനയാണ് നമ്മളത് മുസ്ലിങ്ങളായതെന്നും അങ്ങനെ അവരുടെ ത്യാഗത്തിന്റെ ഫലമാണ് നമ്മളിന്ന് കൗട്ടിയാൽ അടുപ്പ് മാത്രം അനുഭവിക്കുന്ന ആ വെളുത്ത മാർബിളിൽ നമ്മളുള്ളത് എന്നും അപ്പം നമ്മൾ മനസ്സിലാക്കണം. മുമ്പ് അവിടെ എത്തിയ ഈ പറയുന്ന രക്തസാക്ഷികൾ മണലാരണ്യത്തിലാകണമുണ്ട്. മണലാരണ്യത്തിൽ അവരുടെ രക്തം പുരണ്ട മണലായിരുന്നു ഉണ്ടായിരുന്നത്. നല്ലൊരു മണലില്ല. ഇപ്പൊ നമുക്ക് എത്ര കഠിനമായ ചൂടും സൂര്യൻ കത്തിച്ചുരച്ചു നിന്നാലും കാണുന്നത് തണുപ്പ് മാത്രം. അതാണ് വഹാബിന്റെ പ്രത്യേകത. സഹോദരന്മാരെ, ആ തവാഫിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി യാത്രയാക്കുക. അള്ളാഹുവിന്റെ ഭീതിക്ക് കമ്മിച്ചുകൊണ്ട് അവിടെ ചുറ്റിക്കറങ്ങുന്നതിനാണ് തവാഫ് എന്ന് പറയുന്നത്. അവിടെ ഹജറുൽ അസ്വദ് കഅബയുടെ ഒരു മൂലയിൽ, ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ടതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. ഹദീസുകളുണ്ട്. ആ ഹജറുൽ അസ്വദിൽ ഒന്ന് തൊട്ടുമുട്ടുക എന്ന സുന്നത്താണ്. പക്ഷേ ഹജറുൽ അസ്വദിനെ പ്രത്യേകിച്ച് തൊട്ടുമുട്ടിയത് കൊണ്ട് ഹജറുൽ അസ്വദിന് പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്കും പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ പ്രവാചകന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടുമുട്ടിയിരിക്കുന്ന ഒരു സുന്നത്ത് മാത്രം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, തൊട്ടുമുട്ടാൻ വേണ്ടി വല്ലാത്ത തിരക്ക് അനുഭവപ്പെടും. തൊട്ടുമുട്ടുക എന്ന സുന്നത്തേയുള്ളൂ. തൊട്ടുമുട്ടുന്നത് സുന്നത്താണെങ്കിൽ മറ്റുള്ളവർക്ക് ഹാജിമാർക്ക് ശല്യം ഉണ്ടാകുന്നത് ഹറാമാണ്. അതുകൊണ്ട് തൊട്ടുമുട്ടാൻ വേണ്ടി അവിടെ വരുന്ന ഹാജിമാർക്ക് ശല്യം ഉണ്ടാക്കാതിരിക്കാനായിരിക്കണം കൂടുതൽ ശ്രദ്ധ. സൗകര്യം പോകുന്ന സമയത്തൊന്നും തൊട്ടുമുട്ടാൻ കഴിയുന്നൊന്നുമില്ല. വല്ല ഏതെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ഇടയിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ, കൂട്ടായിട്ട് പോകുമ്പോൾ എന്തായാലും തൊട്ടുമുട്ടാൻ പോയത് ഒറ്റയ്ക്ക് തവാഫിന്റെ സമയത്ത് വല്ല തഹജ്ജുദിന്റെ സമയത്തോ അല്ലെങ്കിൽ 2 മണി സമയത്തോ ഒക്കെ പോയാൽ, രാത്രിയിൽ പോയാൽ ഒരു പക്ഷേ തിരക്ക് കുറച്ചുണ്ടാവും. അപ്പോഴായിരിക്കും തൊട്ടുമുട്ടാനായിട്ടുള്ള സമയം കിട്ടുക. അല്ലാത്തപ്പോ ശല്യമുള്ള മറ്റുള്ളവർക്ക് തിരക്ക് പിടിച്ചിട്ട് ശല്യമുണ്ടാക്കുന്നത് മറ്റുള്ള പാകിസ്ഥാനികളും ബംഗ്ലാദേശുകാരും അതുപോലെ തന്നെ ഇറാഖുകാരും ഒക്കെ വരും, ഇറാഖുകാരൊക്കെ വരും. അവരൊക്കെ നല്ല മല്ലന്മാരായിരിക്കും. പക്ഷെ അവരൊക്കെ തിരക്ക് പിടിച്ച് അവിടെ പോയി തൊട്ടുമുട്ടാൻ വേണ്ടി വെള്ളം ഉണ്ടാക്കുന്ന ശല്യം ഉണ്ടാകും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ കൂടുതൽ നേരം ഇതുകൂടി സന്ദർഭത്തിൽ ഓർമ്മിട്ടാണ്. പക്ഷെ ശ്രദ്ധിക്കണം, അവിടെ മുഴുത്തതിക്ക് എന്ന് പറയുന്ന സ്ഥലം, ഹജറുൽ ഇപ്പുറത്ത് വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലം മുഴുത്തതി, അവിടെ നിന്നുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ കാബയുടെ ചുറ്റപ്പെട്ടിട്ടുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അത്തരം പ്രാർത്ഥനയ്ക്കുള്ള സമയങ്ങളിൽ പരമാവധി പ്രാർത്ഥിക്കാം. സന്ദർഭത്തിൽ സൂചിപ്പിക്കേണ്ടത്, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാണാതെ പഠിച്ചിരിക്കുന്ന അറബി വചനങ്ങൾ ഉരുവിടുക എന്നതിനപ്പുറത്ത് മനസ്സിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ വീട്ടിന്റെ കാര്യം, നാട്ടിന്റെ കാര്യം, കുടുംബത്തിന്റെ കാര്യം, രാജ്യത്തിന്റെ കാര്യം തുടങ്ങി വ്യക്തിപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ ഫലമെന്ന് നമുക്ക് തോന്നുന്നത്. ചിലപ്പോ പുസ്തകങ്ങളൊക്കെ നോക്കി പലരും അതിങ്ങനെ ഉറക്ക വായിച്ചിട്ടും കൂടെ വായിച്ചിട്ടും ഒക്കെ പോകും. പക്ഷെ അതിന്റെ ചൈതന്യം, അതിന്റെ ഉള്ളിൽ കാമ്പറിയാതെ വായിക്കുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. മറിച്ച് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുന്ന ഒരു അവസരമായി ആ തവാഫിന്റെ പ്രാർത്ഥന, അതുപോലെ സുബ്ഹാൻ പറയാൻ ശ്രദ്ധിക്കുക. തവാഫ് കഴിഞ്ഞിട്ട് സംസം വെള്ളം നോക്കി 2 റക്അത്ത് നമസ്കരിക്കും. മഖാം ഇബ്രാഹിമിന്റെ പരിസരത്ത് 2 റക്അത്ത് നമസ്കരിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ പണിയാൻ വേണ്ടി കയറി വരുന്ന സ്ഥലം, 2 കാൽപാദങ്ങളുടെ അടയാളം ഉൾപ്പെടെയുള്ള മഖാം ഇബ്രാഹിം, അതിന്റെ പരിസരത്താണ് നമസ്കരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം 4000 വർഷങ്ങൾക്കപ്പുറം നമസ്കരിച്ച സ്ഥലം എന്നതായിരിക്കണം നമുക്കുണ്ടാകുന്ന മനസ്സ്. ആ നമസ്കരിക്കുമ്പോൾ അല്ലാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നമസ്കാരം പോലെ എന്ന് നമുക്ക് മനസ്സിലാക്കണം.
എന്ന ചിന്ത കൂടി ഉണ്ടാകും. അങ്ങനെ നമസ്കരിച്ചു, സംസം വെള്ളം കുടിക്കും, സംസം വെള്ളം ധാരാളം കുടിക്കണം. സംസം എന്ന് പറയുന്നത് അത്ഭുതകരമാണ്, ലോകത്ത് അത്ഭുതകരമായ സംഭവമാണ് സംസം. ഇസ്മായിൽ അലൈഹിസ്സലാമയുടെ കാലിക്കടിച്ച് കിടന്നത് ഉറവ കൊണ്ടതാണ് സംസം. ഒരു ചെറിയ കാര്യമാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടേ. ഹാജറ റളിയല്ലാഹു അൻഹ ഇബ്രാഹിം അലൈഹിസ്സലാം കൊണ്ട് ഹാജറയെയും ഇസ്മായിലിനെയും ഉപേക്ഷിച്ചിട്ട് പോവുക. ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ഹാജറ ചെയ്യുന്നത് സഫാ മലയുടെ മുകളിലും മർവാ മലയുടെ മുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഉപേക്ഷിച്ച് പോകുമ്പോൾ ഇബ്രാഹിം തിരിഞ്ഞു നോക്കുന്നില്ല. കഴിഞ്ഞ് വിഷമം കൊണ്ട് ഹാജറ കുറെ പ്രാവശ്യം ചോദിക്കുന്നു, എന്തായി കാണിക്കുന്നത്? ഒരു ചെറിയ കുഞ്ഞിനെയും എന്നെയും ഈ മരുപ്രദേശത്ത് ഒരു മനുഷ്യനില്ലാത്ത ഈ മരുപ്രദേശത്ത് ഉപേക്ഷിച്ചു പോകും. ഇബ്രാഹിം അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കാൻ വയ്യ. തിരിഞ്ഞു നോക്കിയാൽ കണ്ണുകൾ കണ്ണീര് കഴിയും. പിന്നെ യാത്ര ചെയ്യുന്ന ഹിസ്റ്ററിയാണ്. കുറെ നേരമായിട്ട് ഹാജർ ചോദിക്കുന്നു, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഈ ചോദ്യം കേട്ടപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അതെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം പോയി. സഹോദരിമാരെ, ഒരു അപരയായ, ഒരു ദുർബലയായ, ഒരു അടിമസ്ത്രീ അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു വല്ലാത്ത രംഗം തന്നെയാണ്. ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു പോകുന്നു എന്ന് കേൾക്കുമ്പോ അത് ശരി, കെട്ടിയെടുത്തിട്ട് ഇവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോകാനല്ല, ഇതിനാ കെട്ടിയത്, ഞാൻ ഇറാഖിൽ ജീവിച്ചല്ലേ, എന്നെ കൊണ്ട് മരുഭൂമികൾ താണ്ടി ഇവിടെ കൊണ്ട് വന്നിട്ട് കളഞ്ഞിട്ട് പോകുമോ എന്നൊരു ഭർത്താവ്. ഒരു സാധാരണ സ്ത്രീകളുടെ പ്രകൃതമല്ല ആചരിക്കുന്നത്. അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ അള്ളാഹു എനിക്ക് വഴി കാണിച്ചു തരും, വഴി കാണിച്ചു തരും. എന്റെ മാനദണ്ഡത്തിൽ കുഞ്ഞിന് കൊടുക്കാൻ ദുരന്തായില്ല. കയ്യിലുള്ള തോൽസഞ്ചിയിലുള്ള വെള്ളം ഒരൽപ്പ സമയത്തോട് തീർന്നു പോകും. തന്റെ നാവ് പറ്റി വരണ്ടിരിക്കുന്നു. ഒരുപാട് നടന്നതിന് ശേഷമാണത്. ഒരു മരത്തിന് സ്ഥലമില്ല, ഒന്ന് കയറിക്കിടക്കാൻ സ്ഥലമില്ല, മരുഭൂമിയാണ്, പാറക്കെട്ടുകളാണ്, മക്ക അതും അറിയാം, പാറക്കെട്ടുകൾക്ക് നടുവിലാണ് കിടക്കുന്നത്. ഒരു തുള്ളി ജലം കിട്ടാനൊരു സാധ്യതയില്ല. അവിടെ നിന്നിട്ട് അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിൽ ആ തീരുമാനത്തിന് മനസ്സിനെ അംഗീകരിച്ചിരിക്കുന്നുവെന്ന പ്രഖ്യാപനമാണ് ആചാരങ്ങളാഹുവിനെ പ്രഖ്യാപിക്കുന്നത്. ഹജ്ജിന് പോകുന്ന ഹാജിമാര് തീരുമാനിക്കണം, അള്ളാഹുവിന്റെ തീരുമാനത്തിന് മുന്നിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരല്ല ഞങ്ങളുടെ സുരക്ഷ, ഞങ്ങളുടെ പിതാക്കന്മാരല്ല ഞങ്ങളുടെ സുരക്ഷ, ഞങ്ങളുടെ ആൺമക്കൾ ഞങ്ങൾ സംരക്ഷിക്കുന്നത് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. പടത്ത ഒരു നദീശകൾ സംരക്ഷിക്കാൻ അള്ളാഹുവിനെ കാര്യങ്ങളെടുത്തെങ്കിൽ ഹാജരെ സംരക്ഷിക്കുന്നത് പോലെ ഈ മരുഭൂമിയിൽ അള്ളാഹു സംരക്ഷിക്കും. തിരിച്ചു വന്നിട്ട് എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചാൽ, എന്റെ വീട്ടുകാരനെ ഉപേക്ഷിച്ചാൽ, എന്നെ സംരക്ഷിക്കാൻ എന്റെ അള്ളാഹുവിനുള്ള സുലഭത്തിലുണ്ടാക്കാൻ ആ ഹാജയുടെ മണ്ണിൽ പോയിരുന്നത് ഹജ്ജുമാരും തീരുമാനിക്കണം. എന്റെ കച്ചവടം മുടങ്ങിയാൽ ഹലാലായ മാർഗത്തിലൂടെ കച്ചവടം ചെയ്താൽ അള്ളാഹുവിനെ ഹലാലായ മാർഗത്തിലാണ് കാണിച്ചു തരും. ഹറാമിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാതെ അള്ളാഹു തവക്കലാക്കിയാൽ അള്ളാഹു സൗഖ്യം നൽകിയതുപോലെ അള്ളാഹു എനിക്ക് ഉറവ് നൽകും, എനിക്ക് ആഹാരം നൽകും, എനിക്ക് എന്നെ നൽകും എന്ന് പ്രതീക്ഷ ഹജ്ജുമാര് അവിടെ നിന്ന് തീരുമാനമെടുക്കണം. പക്ഷേ ഒന്നുകൂടി ആലോചിക്കണം, ഹാജരെ ഉറപ്പുണ്ട് അള്ളാഹു സംരക്ഷിക്കുന്നു. പക്ഷെ എന്നിട്ടും ഹാജര എന്തിന് അറിയിലേക്ക് കയറി? അള്ളാഹു തവക്കലാക്കണം. പക്ഷേ നിന്റെ ഭാഗം നീ നിർവഹിക്കണം. നിന്റെ ഭാഗം നിർവഹിക്കേണ്ടത് ഒരാളും പോലും വരാൻ സാധ്യതയില്ലാത്ത ആ മരുപ്രദേശത്ത് ഏതോ ഒരു മുക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു കച്ചവട പ്രദേശത്ത് നിന്ന് ഒരു മനുഷ്യനെങ്കിലും വന്നു പോയാലോ എന്ന പ്രതീക്ഷയില്ല ഹാജറ സഫാമലയിലും കയറുന്നത്. അവിടെ നിൽക്കുമ്പോൾ തോന്നുന്നു ഒരു പക്ഷേ ആ മലയുടെ അങ്ങേയത്തിലൂടെ ആരെങ്കിലും വന്നാലോ. അപ്പൊ താഴെ ഇറങ്ങിയിട്ട് കുഞ്ഞിക്കെടുക്കൽ വന്ന് ഒന്ന് നോക്കിയിട്ട് ഇത് നോക്കിയിട്ട് ശരിയും അടുത്ത മലയുടെ മുകളിലേക്ക് അവിടെ പോയിട്ട് നാനാദിക്കിലേക്ക് നോക്കുന്നു, എവിടെയെങ്കിലും ആരെങ്കിലും വരുന്നുണ്ടോ. അപ്പൊ വീണ്ടും തോന്നുന്നു ഒരുപക്ഷെ ഞാൻ ഈ മലയിൽ കയറിയ അത്രയും ഗ്യാപ്പിൽ അപ്പുറത്തായിരുന്ന ആരെങ്കിലും വരുന്നുണ്ടാലോ. അതുകൊണ്ട് വീണ്ടും ഇറങ്ങി കൊടുത്തു. അങ്ങനെ തന്റെ റോൾ, തന്റെ ഉത്തരവാദിത്വം നടന്നതിൽ, തന്റെ അധ്വാനം നടന്നതിൽ ഞാൻ അന്വേഷിക്കണമെന്ന ആ വലിയൊരു സന്ദേശം കൂടി ആചാരന്മാരുടെ ആ സഹയിലൂടെ നമുക്ക് നൽകുന്നു. എന്ന് പറഞ്ഞാൽ ഹജ്ജിയാണ്, ഈ നാട്ടിൽ വന്ന് അള്ളാഹുവിന് അന്നം നൽകിക്കൊള്ളും എന്ന പ്രതീക്ഷയിരിക്കുന്ന അപ്പുറത്ത് ഹലാലായ മാർഗത്തിലൂടെ എല്ലാ ശ്രമങ്ങളും നടത്തണം. അത് നടത്തിയാൽ അള്ളാഹു സ്വന്തം നൽകും. കാലിട്ടടിച്ച ഭാഗത്ത് ഉറവുകൊണ്ട് സ്വന്തം
കോടാനുകൂടി മനുഷ്യർക്ക് ദാഹകരമായി, മക്കയിലെ എല്ലാ മനുഷ്യർക്കും ഉപയോഗിക്കേണ്ട വെള്ളമായി ഇന്നും അത് ഉപയോഗിക്കൊണ്ടിരിക്കുന്നത് അത്ഭുതമാണ്. ആ ശബ്ദം നമ്മൾ കുടിക്കുന്നത്, ആ ശബ്ദം കുടിക്കുമ്പോൾ ആചാര്യ ദാഹമുള്ള മനസ്സുണ്ടാകണം. ലോകത്ത് പട്ടിണി അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, ദാരിദ്ര്യത്തിൽ കഴിയുന്ന വിശ്വാസികളെ കുറിച്ചും അവിശ്വാസികളെ കുറിച്ചും നമ്മൾ ഓർക്കണം. ആ ദാഹം കുടിക്കുമ്പോൾ ഒരു വലിയ വെള്ളം കിട്ടാതെ വിഷമിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ഓർക്കണം. അങ്ങനെ സഭയും വർമ്മയും ഓടുമ്പോൾ നമ്മുടെ മനസ്സുണ്ടാകുന്ന ഒന്ന് നമ്മുടെ നാട്ടിലുള്ള ദരിദ്രരെ കുറിച്ച് നമ്മൾ അറിയണം. പട്ടിണികൾ സഹാചരം കൂടി വഴിയുന്നു. കുബേരനായ, സമ്പന്നനായ, പ്രതാപശാലിയായ ഒരുപാട് ഹാജിമാര് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അടിമ കൂടിയ വഴിയിലും ഹാജറ എന്ന് പറയുന്ന ഒരു അടിമപ്പെട്ട് ഓടിയ വഴിയിലൂടെയാണ് ലോകത്തെ രാജാക്കന്മാരും ഭരണാധികാരികളും സമ്പന്നന്മാരും പണ്ഡിതന്മാരും ഒരുപാട് രാഷ്ട്രത്തലന്മാരും കൊടുക്കുന്നത്. ഇസ്ലാമില് അങ്ങനെയാണ് വിശ്വാസങ്ങളുടെ സ്ഥാനം. വിശ്വാസം ചേർത്ത് വെച്ചാൽ ഇതിന്റെ സമത്വമാണ്. ആ സമത്വത്തിന്റെ ഏറ്റവും നല്ലൊരു പ്രതീകമാണ് ആ ഹാജറി ലോകത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. സഭാപരയുടെ മലയുടെ മുകളിൽ കയറുമ്പോൾ ഒന്നുകൂടി ഓർക്കാൻ നമുക്ക് ഒന്നാമത് പ്രമാണിച്ചിരിക്കുന്ന സ്ഥലം മക്കയിൽ വിഭൂതി ചെയ്തതിനു ശേഷം തനിക്ക് നിർവഹിക്കാനുള്ള റോള് അദ്ദേഹം രഹസ്യമായി നിർവഹിച്ചു. രഹസ്യമായി അള്ളാഹുവിന്റെ സന്ദേശം വെച്ചതിനു ശേഷം പ്രവാചകനിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബക്കാരോടും വീട്ടുകാരോടും ഒക്കെ അടുത്ത ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ പറഞ്ഞു, നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കണ്ണദൈവങ്ങളെ ഉപേക്ഷിക്കും. നിങ്ങൾ അള്ളാഹുവിന് മാത്രം അടിമയാകുക. പടത്തോടുകാരെ നിങ്ങളിലേക്ക് വരൂ. നിങ്ങൾ നമസ്കരിക്കൂ, ലോകത്തിൽ വിശ്വസിക്കൂ, അള്ളാഹുവിന്റെ ജീവിതഭാഗത്തിലേക്ക് വരൂ എന്നാണ് ക്ഷണിച്ചുകൊണ്ടത്. നിങ്ങൾ വെച്ചുപുലർത്തിയിരിക്കുന്ന ആചാരങ്ങളൊക്കെ മാറ്റിവെക്കുക. അതല്ല ശരി. സത്യം ഒന്നേയുള്ളൂ. ഏകനായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ അംഗീകരിക്കാവൂ. മറ്റൊരുപാട് സങ്കല്പങ്ങളുണ്ട്, അതൊക്കെ മാറ്റിവെക്കുക. ഇത് പറഞ്ഞപ്പോൾ അംഗീകരിച്ചില്ല. അവസാനം ചില ആളുകൾ കൂടെ വന്നു. പക്ഷേ അതിനുശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു പറയുന്നു, ഇനി നീ ഇവിടെ രഹസ്യമാക്കി വെച്ചാൽ പോരാ, നീ പരസ്യ പ്രഖ്യാപനം നടത്തണം. ആ പരസ്യ പ്രഖ്യാപനത്തിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകത്തിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടുന്ന മലയാണ് സഫാമല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാകും. ആചാര ഓടിക്ക് മാത്രമല്ല, പ്രവാചകന്റെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ സന്ദേശ പ്രചാരണത്തിന് ഏറ്റവും ആദ്യമായി കയറുന്ന മലയാണ് സഫാമല മല എന്ന് പറയുന്നത്. അവിടെ ജബൽ ഖുബൈസ് എന്ന് പറയുന്ന ചെറിയൊരു മലയുണ്ട്. ഇപ്പൊ അവിടെ മലയൊന്നുമില്ല, ചെറിയ പാറക്കെട്ടുണ്ട്. അവിടെ കയറിയിരുന്ന പ്രവാചകൻ വിളിച്ചത് ആ സമാഹ, ആ സമാഹ, എന്തൊരു കഷ്ടം, എന്തൊരു കഷ്ടം, പറഞ്ഞിട്ട് നബിയുടെ കുടുംബക്കാരെ വിളിച്ചു വെച്ചിട്ട് പറഞ്ഞു, ഈ മലയുടെ സിംഹാസനത്തുള്ള ഒരു സംഘം, ഒരു സൈന്യം ആക്രമിക്കാൻ വരുന്ന ഒരു പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമോ? അതെ, സത്യമാത്രം പറഞ്ഞാൽ ഈ പറയുന്നത് അംഗീകരിക്കും. ഇതൊരു പ്രവാചകൻ ഇസ്ലാമിന്റെ സന്ദേശം തുടങ്ങുന്നത്. ആഴ്ചമാരോട് സൂചിപ്പിക്കാറുള്ളത് അവിടെ കയറി നിൽക്കുമ്പോൾ ആ മലയിൽ ഇറങ്ങി നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് നിർവഹിക്കാനുള്ളത് ഈ ഇസ്ലാമിലെ പ്രബോധന പ്രവർത്തനങ്ങളാണ്. പ്രവാചകന്റെ വിളിച്ചതുപോലെ വിളിക്കാൻ എന്റെ ബാധ്യതയുണ്ട് നിങ്ങൾക്കുണ്ടെന്ന് ഓർക്കണം. അവിടെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ കൂടുതൽ പറയുന്നു, അള്ളാഹു കരാറുകൾ സ്വീകരിച്ചു, അവരുടെ സൈന്യത്തെ വിജയിപ്പിച്ചു എന്നൊക്കെ ഒരു പ്രഖ്യാപനമുണ്ട്. അതൊക്കെ പിന്നെ മത വിജയിച്ചതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ് ഓർക്കണം. അതാണ് തഹയ്യുദ് എന്ന് പറയുന്നത്. അവിടെ ഉംറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുടിപിടിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഹജ്ജിലേക്ക് പോകും. ഹജ്ജിന് പോകുമ്പോൾ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുകൂടി നമ്മുടെ മനസ്സിലാകണം. ഹജ്ജിന് ഏറ്റവും പ്രധാനം 7ാമത്തെ ദിവസം, മിക്കവാറും 7ാമത്തെ ദിവസം, 8ാമത്തെ ദിവസമാണ് എന്ന് പറയുന്നത്. മിക്കവാറും 7ാമത്തെ ദിവസം രാത്രിയിൽ തന്നെ നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് നിന്ന് ഇഹ്റാം കെട്ടിയിട്ട് നമ്മൾ പോകും. കാരണം 8ാമത്തെ ദിവസം പോകാൻ തീരുമാനിച്ചാൽ നമുക്ക് പോകാൻ പ്രയാസമില്ല. വാഹനങ്ങളുടെ തിരക്ക് അങ്ങോട്ട് മിനിയിലേക്ക് പോകാൻ കഴിയില്ല. അപ്പം രാത്രി മിക്കവാറും 7ാം തീയതി രാത്രിയിൽ തന്നെ ഇഹ്റാം കെട്ടിയിട്ട് പോകും. മിനയിൽ ഉള്ള പ്രദേശം എന്ന് പറയുന്നത് കുറെ മലകളാണ്, ടെന്റുകളുടെ നാടാണ്. ആ ടെന്റിൽ കിടക്കുന്നതിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. സാധാരണയായി ഹജ്ജിന്റെ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട വളണ്ടിയേഴ്സ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരു കോസ്റ്റലിയോ അല്ലെങ്കിൽ ഒരു ഷീറ്റോ ഉണ്ടാകും. അവിടെ മരത്തിൽ ഇങ്ങനെ കിടക്കും. മരത്തിങ്ങനെ കിടക്കാൻ കഴിയില്ല. കിടക്കുന്നത് ചെസ്റ്റ് ഇങ്ങനെ കൊണ്ട് കിടത്തും. ഒരാളെ ചെസ്റ്റ് കിടത്തിയിട്ട് അതിനെ പറഞ്ഞു നമ്മൾ സാധാരണ കവറിൽ ലഹജ് എന്ന് പറയുന്നത്. ലഹജ് എന്ന് പറഞ്ഞാൽ സാധാരണ കവറ് നമ്മൾ മയ്യത്ത് ലഹജ് എന്ന് പറഞ്ഞാൽ 2-3-4 വെച്ച് മയ്യത്തുണ്ടാവും. അപ്പോൾ ഒരു മയ്യത്തിനെ അടുക്കിയിട്ട് അതിപ്പുറത്തായിട്ട് അടുത്ത മയ്യത്തിനെ വെച്ച് ഇങ്ങനെ മയ്യത്തിനെ അടുക്കിയത്. ഇതുപോലെ മയ്യത്തുകളെ അടുക്കുന്നത് പോലാണ് വിനയിലുള്ള
എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സുണ്ടാകുന്നു അല്ലാത്തൊരു ബോധം. പഠിച്ചവനെ ഞാൻ കിടന്ന പട്ടുമെത്ത എനിക്ക് എന്റെ കൂടെ ആരെങ്കിലും ഒന്ന് കിടക്കാൻ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഉറക്കത്തില്ല. ഞാൻ കിടന്നതിന്റെ അടുത്ത് ആരെങ്കിലും ഒരു കൂർക്കപ്പറി കേട്ടാലും എന്റെ ഉറക്കം നഷ്ടപ്പെടും. മറ്റവരുടെ ഏതെങ്കിലും ഒരു ശല്യം, ഒരു ചെറിയ ശബ്ദം കേട്ടാൽ എന്റെ ഉറക്കം പോകും. അങ്ങനെ എന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരുന്ന എന്റെ സുഖസൗകര്യങ്ങളെന്ന് പഠിച്ചവരെ ഞാൻ ജീവിക്കുന്നതിൽ ഇതുപോലെ ഒരുപാട് സഹോദരന്മാർ ലോകത്ത് കിടന്നുകൊണ്ടിരിക്കുന്നു. കിടക്കാറില്ലാതെ ശരീരത്തിന്റെ സൈഡിൽ, ഓടയുടെ മുകളിൽ, കടത്തിണ്ണകളിൽ, മരുഭൂമികളിൽ അടച്ചിന്റെ നമ്മുടെ സഹോദരങ്ങൾ മരുഭൂമിയിലെ കിടക്കുന്നത്. യുദ്ധ പശ്ചാത്തലങ്ങളുള്ള ഒരുപാട് പ്രദേശങ്ങൾ അങ്ങനെ കിടക്കുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം. ഈ പരിമിതമായ സൗകര്യങ്ങളിൽ ഞാൻ വലിച്ചെറിയപ്പെട്ടാലും അല്ലാഹുവേ നീയുണ്ട് കാവൽ, നിന്റെ സംരക്ഷകരായാൽ എനിക്കതുകൊണ്ട് ഒരു അങ്കരാമില്ല എന്ന മാനസിക പ്രബോധ്യം എന്നെ നേടിയെടുക്കണം. അവിടെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാറുണ്ട്, ഒരുപാട് പാഠം. ടോയ്ലറ്റ് പോയി നിന്നാല് ക്യൂ ആണ്, നീണ്ട ക്യൂ. അത്ര ഒരു പഠനം മുഴുവൻ നിന്നാലും തീരാവുന്ന ക്യൂ ഉണ്ടാകും. അപ്പോഴാണ് മുട്ടിയിട്ട് ഓടി വരുന്ന നമ്മുടെ ഏതെങ്കിലും സഹോദരന്മാർ, അവർക്ക് വേണ്ടി നമുക്ക് മാറി കൊടുക്കേണ്ടി വരും. എന്നെക്കാളും തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി അവസരങ്ങളിലേക്ക് ഒരു മാറി നിൽക്കാൻ അവർക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്, വല്ലാത്ത താല്പര്യമുണ്ട്, വല്ലാത്ത അത്യാവശ്യമുണ്ടെങ്കിലും ശരി മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്ന മാനസികാവസ്ഥ യഥാർത്ഥത്തിൽ വിലയിരുത്തുമ്പോൾ പഠിച്ചെടുക്കണം. കക്കൂസിൽ പോകുന്ന സ്ഥലത്തും കിടന്നുറങ്ങുന്ന സ്ഥലത്തും ഭക്ഷണത്തിന് വേണ്ടി ക്യൂ വെക്കുന്ന സ്ഥലത്തും ഒക്കെ അവർ പഠിച്ചെടുക്കും. അങ്ങനെ പഠിച്ചെടുത്ത് വിനയിൽ ഒരുപാട് നമസ്കാരമൊന്നുമില്ല. നമസ്കരിക്കുന്ന പോലും എല്ലാ വസ്തുക്കളിലും ചുരുക്കി നമസ്കരിക്കുക, രണ്ടരക്കാർ നമസ്കരിക്കും. അപ്പൊ നമസ്കാരത്തിനല്ല, കൂടുതൽ പ്രാർത്ഥനകൾക്കും വിധികൾക്കും ഖുർആൻ പാരായണത്തിനുമാണ് വിനയിലെ താമസ സമയത്ത് നമുക്കുണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു വല്ലാത്ത ബോധം നമുക്ക് ഉണർത്തിയിരിക്കണം. പിന്നെ 9-ന്റെ അന്ന് അറഫയിൽ പോകണമെന്ന് പറയുന്നത്. 9-ന്റെ രാത്രി 8-ന്റെ രാത്രികളിൽ മിക്കവാറും ആളുകൾ അല്ലെങ്കിൽ അത് എത്തിപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ട് 8-നെ പോകും, രാത്രി അവിടെ കിടക്കും. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞാണ് നിർബന്ധമായിട്ടും അറഫയിൽ ഉണ്ടാകുന്നത്. അറഫ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിനെ ഒരിക്കലും വായിക്കാൻ കഴിയാത്ത അനുഭവമായിരുന്നതാണ് അറഫ. എന്താ അറഫ? അറഫ മക്കയിലെ ആ മലമലക്കുകൾക്കിടയിൽ ഒരു പക്ഷേ അല്പം വിശാലതയുള്ള ഒരു നിരന്ന പ്രദേശം അറഫ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ മലകൾ, പാറകൾ, ചെങ്കുത്തായ പാറകൾ, അതിനിടയിലൂടെ കിണലുകൾ, തുരങ്കങ്ങൾ, ഇത്തിരി നിരന്ന സ്ഥലം അറഫ മാത്രമേ ഉള്ളൂ. ഈ അറഫ അവിടെയും പ്രദേശങ്ങളെ മല ഇപ്പോ വേപ്പും അതുപോലെ ചെണ്ടുകളൊക്കെ മുമ്പ് വെറും മരുഭൂമി പോലെയാണ് ചുട്ടുകൊള്ളുന്ന സൂര്യന്റെ താഴെ തന്നെയായിരുന്നു. അറഫ എന്ന് പറയുന്നത് ആഴ്ചക്ക് സമാനമാണ്. എല്ലാ ആഴ്ചമാരും അറഫയിൽ നിന്നേരുന്നു, നിൽക്കുകയോ ഇരിക്കുകയോ ആ സമയത്തുണ്ടാകും. മാഴ്ച ഓർമ്മിപ്പിക്കുന്നതാണ് അറഫ. അക്ഷരയിൽ നാളെ എല്ലാവർക്കും നിൽക്കേണ്ടി വരും. അപ്പൊ നമുക്ക് എന്താ വസ്ത്രമൊന്നും ഉണ്ടാവില്ല. വസ്ത്രമില്ലാത്ത കാലത്ത് ഇവിടെ ഈ രണ്ട് വസ്തുവുമായി അറഫയിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ പടച്ചവനെ നാളെ ഞാൻ നിൽക്കേണ്ടി വരും. എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ മാതാപിതാക്കളും എന്റെ അയൽവാസികളും കുടുംബാംഗങ്ങളും ഒക്കെ ഒരുമിച്ച് കൂടുമ്പോ എന്റെ മുന്നിൽ ഞാൻ ചെയ്തു കൂട്ടിയ മുഴുവനും വിചാരണയ്ക്ക് വിധേയമാകുന്ന ആ അക്ഷരായിൽ ഞാൻ നിൽക്കേണ്ടി വരുമല്ലോ എന്ന ബോധം അതാണ് നമുക്കുണ്ടാകുന്നത്. അതിനു മുമ്പ് അല്ലാഹുവിന്റെ അക്ഷരയിൽ എന്നെ ഒരുമിച്ച് കൊണ്ടുമ്പോ എന്റെ ഗ്രന്ഥം എന്റെ കയ്യിൽ തരുമ്പോ അത് വായിക്കാൻ വേണ്ടി ഒരുപാട് വെമ്പൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ എന്റെ ജീവിതത്തിൽ വന്നുപോയ ചിന്തകൾ അല്ലാഹുവേ അവിടെ വെച്ച് എന്റെ നാളുകൾക്ക് വായിപ്പിക്കാൻ അവസരം ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയോടുകൂടി വന്നുപോലും മുഴുവനും കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലം അറഫ. അങ്ങനെ തിരിച്ചറിവിന്റെ അറഫ എന്ന് പറഞ്ഞ തിരിച്ചറിവ് കൂടിയാണ്. അറിയുക എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ സത്യങ്ങളും ഏറ്റുപറഞ്ഞു അല്ലാഹു മലക്കുകളുടെ ആ പുണ്യത്തിൽ അകമ്പടിയോടുകൂടി ഇറങ്ങി വരുന്ന സമാധിക്കും മനുഷ്യരുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ അർപ്പാവില്ലായി അവിടെ നിന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. അറിയാത്ത ആളുകൾ കൊണ്ട് പ്രാർത്ഥിക്കും. അല്ലാഹുവേ വന്നുപോയ എല്ലാ കുറ്റങ്ങളും പുറത്തു തരട്ടെ. ആരൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടോ അവർക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കണം. കൂട്ടത്തിലല്ല, കൃത്യമായി പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. ഏതെങ്കിലും ഒരു പാറയുടെ മുകളിൽ, ഒരു മലയുടെ സൈഡിൽ, ഒരു മലപ്രദേശത്ത് ഒഴിഞ്ഞു വെച്ച് നമുക്ക് പറയാനുള്ളത് മുഴുവനും
അള്ളാഹുവുമായി ആരും കേൾക്കാനില്ലാതെ പറയാനുള്ള ഏറ്റവും നല്ലൊരു അവസരം അതാണ് അറഫ. ബാഴ്സയെ കൊണ്ടുകൊണ്ട് ബാഴ്സയിൽ നിൽക്കുന്നതിന് മുമ്പുള്ള ലക്ഷക്കണക്കിന് വരുന്ന ഈ ഹാജിമാരുടെ അറഫയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അറഫയിൽ ആ നൃത്തം അവിടെ നിന്ന് തിരിച്ച് സന്ധ്യയോടുകൂടി തിരിച്ചു വരും. തിരിച്ചു വന്നു വരുന്ന ആ വരവൊക്കെ പ്രായമുള്ള ആളുകൾ വാഹനത്തിൽ കയറി വരാൻ അല്ലാതെ നടന്നു വരാൻ 12 കിലോമീറ്റർ നടക്കണം. 12 കിലോമീറ്റർ അറഫയിൽ എവിടെയാ സ്ഥാനം എന്ന് വെച്ചിട്ടാണ് അതിന്റെ കിലോമീറ്ററിന്റെ ദൂരം. അത് പിന്നെ വന്നത് മുസ്തലിഫയിൽ അറഫയിൽ താമസിക്കുക. മുസ്തലിഫ എന്ന് പറയുന്നത് അറഫയിൽ നിന്ന് 12 കിലോമീറ്റർ നടന്നു വരുമ്പോൾ റോഡ് രണ്ടു സൈഡിലും മലകൾ നിരപ്പായിട്ട് അവിടെ മഷ്ആറുൽ ഹറാം എന്ന് പറയുന്ന പള്ളിയാണ്. മഷ്ആർ എന്ന് പറഞ്ഞാൽ അവബോധം ഉണ്ടാകാം എന്ന് സൂചിപ്പിച്ചു. എന്താ നമ്മളിങ്ങനെ സൗകര്യങ്ങളൊക്കെ നോക്കും, എവിടെ പോയി കിടക്കാം. അപ്പോൾ വരുന്ന നേരത്തെ പോലെ ആളുകൾക്ക് ആദ്യം കാണുന്ന സ്ഥലങ്ങളിലൊക്കെ റോഡ് സൈഡിലൊക്കെ അവിടെ കിടന്നുണ്ടാവും. കാറാണ് ഒക്കെ ഇങ്ങനെ ആളുകൾ. അപ്പോൾ പെണ്ണുങ്ങൾ കിടക്കാനുള്ള സൗകര്യം ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് സൗകര്യമൊന്നുമില്ല. ആളുകൾ കിടക്കുക എന്റെ ജീവൻ, എന്റെ ആത്മാവ്, എന്റെ കാര്യം. ഓരോരുത്തരും സ്വന്തം കാര്യം നോക്കുക. സ്വന്തം കാര്യം എവിടെയെങ്കിലും കിട്ടുന്നത് കിടക്കണം. കിടന്നേ പറ്റും. രാത്രിയോടെ കഴിച്ചു കൂട്ടണം. സുബൈ മുഖ്യത്തിന്റെ അവിടെ പോകാൻ പറ്റും. അപ്പോൾ രാത്രിയിൽ അവിടെ കഴിച്ചു കൂട്ടുന്ന ഒരു രാത്രിയിലെ ഒരു തീരുമാനത്തിന്റെ രാത്രിയാണ് മഷ്അറുൽ ഹറാം എന്ന് പറയുന്ന അവബോധം ഉണ്ടാക്കുന്ന സ്ഥലം എന്നതിനർത്ഥം. ആ പള്ളിക്ക് അങ്ങനെ പേര് എന്ന് പറഞ്ഞാൽ അറഫയിൽ നിന്ന് എന്നെ കുറിച്ച് തിരിച്ചറിഞ്ഞിട്ട് എന്റെ പാപങ്ങളൊക്കെ അല്ലാഹുവോട് ഏറ്റുകൊണ്ട് എല്ലാം കഴുകി ശുദ്ധമാക്കി തിരിച്ചു വന്നിട്ട് മുസ്തലിഫയിൽ വന്ന് താമസിക്കുന്ന ആ രാത്രിയിൽ നമ്മൾ തീരുമാനമെടുക്കും. ആ തീരുമാനം പടച്ചവനെ എന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാ പിശാചുക്കളെയും നാളെ പ്രഭാതത്തിൽ ഞാൻ എടുത്തു പിടിക്കാൻ പോകുന്നു. അതിനു വേണ്ടുന്ന ആയുധം സ്വീകരിക്കലാണ് യഥാർത്ഥത്തിൽ മുസ്തലിഫയിൽ. ആ ആയുധം കല്ലുകൾ എന്ന് പറയുന്നത് പ്രതീകമാണ്. വലിയ കല്ലുമില്ല, എത്രയുള്ള ചെറിയ കടലമണിയുള്ള കല്ലുകൾ. 3 ദിവസം 4 ദിവസം പിറ്റേ ദിവസം അസബയിൽ എറിയാൻ, അത് കഴിഞ്ഞുള്ള 3 ദിവസം 3 ജംറാത്തുകൾ എറിയാനുള്ള കല്ലുകൾ 20 കല്ലുകൾ അവിടുന്ന് പറക്കാം. ആ കല്ല് പറക്കുമ്പോൾ ഉണ്ടാകേണ്ടുന്ന നമ്മുടെ മനസ്സിൽ അവബോധമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ കല്ല് പിശാച് എന്ന് പറയുന്ന ഒന്നിനെ അറിയില്ലല്ല, പിശാചിനെ അറിയില്ലല്ല. കല്ല് പറയുമ്പോൾ മനസ്സിലാകുന്നത് പടച്ചവനെ 70 മുലകളുള്ള ഒരുപാട് പിശാചുക്കൾ എന്റെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ 70,000 മുലകളോടുകൂടി എന്നിലുള്ള അടങ്ങിയിരിക്കുന്ന എല്ലാ പിശാചുക്കളെയും ഈ ചെറിയ കല്ലുകൊണ്ട് ഞാൻ എറിഞ്ഞു ഓടിക്കും. ഇനി ജീവിതത്തിൽ ആ പിശാചുക്കൾ കടന്നു വരും. ഈ ചിന്ത, ആ ബോധമാണ് യഥാർത്ഥത്തിൽ അവിടെ കടന്നു നോക്കുന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കിടക്കാൻ പ്രത്യേകിച്ചില്ല. ഒരുപക്ഷെ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി അനുഭവത്തിൽ എന്ന് പറയാനുള്ളത് വന്നിട്ട് മുസ്തലിഫയിൽ എത്തുമ്പോൾ തന്നെ കിടക്കാൻ തീരുമാനിക്കുക. അവിടെ വരുന്ന ആളുകൾക്ക് സാധാരണ ചെയ്യുന്നത് വന്നാൽ അവിടെ കിടക്കാൻ തീരുമാനിക്കും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറച്ചുകൂടി നടക്കണം. കുറച്ചുകൂടി നടന്ന് പരമാവധി മുസ്തലിഫയുടെ അങ്ങേ തലയ്ക്ക് വിനയോട് അടുത്ത സ്ഥലത്ത് വന്നിട്ട് കിടക്കുന്നതായിരിക്കും കൂടുതൽ. അതുമായി ഭക്ഷണ പള്ളിയൊക്കെയുള്ള ആ പരിസരത്തായിരിക്കും കുറച്ചുകൂടി നേരത്തെ സ്ഥലമുണ്ട്. അവിടെ കുറച്ച് തിരക്ക് കുറവായിരിക്കും. അതുപോലെ സൗകര്യങ്ങൾ സംവിധാനങ്ങൾ കൂടുതലുണ്ട്. അതുകൊണ്ട് മുസ്തലിഫയിൽ അഭ്യർത്ഥന നടന്ന് ക്ഷീണിച്ചുവന്ന് എന്തായാലും മുസ്തലിഫയിൽ ഇവിടെ കിടക്കാൻ തീരുമാനിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി മുന്നോട്ട് നടന്നതിന് ശേഷം കിടക്കുന്നതായിരിക്കും നല്ലത്. രാത്രി വൈകിയാൽ പോലും അങ്ങനെ വന്ന് രാവിലെ അത്രയും ദൂരം നടന്നാൽ മതി. മാത്രമല്ല വീട്ടിൽ കിടക്കാൻ പറഞ്ഞത് അവിടെ ആ രാത്രിയിൽ കിടക്കുന്നതിൽ നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുക്കണം. പിറ്റേ ദിവസം കല്യാണം അത്രയും ആദ്യ ദിവസം എറിയുന്നത് ഒരു മധുര, ഇത്രയും രീതിയുള്ള മധുര. നേരത്തെ ചൂടായിരുന്നു, ഇപ്പൊ മധുര. അവിടെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഇബ്രാഹിം അലൈഹിസ്സലാം ഏറിന്റെ പ്രതീകമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം എറിഞ്ഞത് തന്റെ പുത്രനുമായി അറുക്കാൻ വേണ്ടി പോകുമ്പോ പിന്നീട് ശല്യമുണ്ടാക്കി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച പിശാചിനെയാണ് എന്ന് പറയുന്നത്. പിശാചിനെ എറിഞ്ഞത് ഇപ്പൊ പിശാച് എന്ന് പറയും. പക്ഷെ നമ്മുടെ പിന്നിൽ അങ്ങനെ പിശാച് നമ്മൾ ബലി കൊടുക്കേണ്ടതില്ല. നമ്മുടെ ബലി കൊടുക്കാൻ ഒരു പിശാച് നമ്മുടെ കൂടെ വരുന്നില്ല. പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് പിശാചുകളുണ്ട്. ആ പിശാചുകൾ എന്റെ കച്ചവടം പിശാചാകുക. എന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് തെറ്റിക്കുന്നത് എന്റെ കച്ചവടമാണെങ്കിൽ ആ കച്ചവടം പിശാചാണ്. എന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ തെറ്റിക്കുന്നത് എന്റെ കുടുംബത്തിലെ ഏതെങ്കിലും അംഗമാണെങ്കിൽ അതെന്റെ പിശാചാണ്. എന്റെ ഏതെങ്കിലും സൗകര്യങ്ങളാണ് എന്നെ കളയുന്നതെങ്കിൽ അതെന്റെ പിശാചാണ്. അങ്ങനെ എന്നെ കളയുന്ന എല്ലാ സൗകര്യങ്ങളും പടച്ചവരെ എന്റെ മനസ്സ് നോക്ക് ഞാൻ വീടുകളിലേക്ക് ഇതാ ഈ ജംറയിലേക്ക് വലിച്ചെറിയുന്നു എന്നതായിരിക്കും നമ്മുടെ ഏറിന്റെ പ്രത്യേകത. ഈ ഏറ് അങ്ങനെ അറിയാൻ സാധാരണ പാകിസ്ഥാനികളൊക്കെ വന്നത്
ചെരുപ്പും വലിയ കാടുകൊള്ളൊന്നും വാരി വിശാലിന്റെ നേരെ വരുന്നത്. അങ്ങനെ ആളുകളല്ല, നമ്മൾ ഏറ്റവും ചെറിയ കൊണ്ട് നമ്മൾ അറിയുന്നൊരു പ്രതീകമാണ്. നമ്മുടെ മനസ്സിലെ എല്ലാ വിശാലികളെയും ഹജ്ജ് കഴിച്ച് തിരിച്ചു വന്നിട്ട് എന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായി ഏതെങ്കിലും ഒന്നും വരാൻ സാധ്യതയെങ്കിൽ അതിനെ മുഴുവനും അനുസരിക്കാം. അത് എന്റെ വിശാൽ ഏതാണെന്ന് എനിക്കറിയാം, നിങ്ങളെ ഓരോരുത്തരും വിശാൽ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് നിങ്ങൾ ആ അവബോധമാണ് ഉത്തരവിൽ കിടന്നുകൊണ്ടാകുന്നത്. ഏതാണ് എന്റെ വിശാൽ? എനിക്ക് എന്റെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് തടസ്സമായി വരുന്ന ഏത് വിശാലായിരിക്കും തിരിച്ചറിവ് ഉത്തരവിലുണ്ടാക്കിയിട്ട് അടുത്ത 3 ദിവസങ്ങളൊക്കെ കയറാം. 3 ദിവസം ചില കേരളത്തെ വിഷയങ്ങൾ പറയുന്നില്ല, എറിയുമ്പോൾ ഇതായിരിക്കണം നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടയിൽ ആദ്യം നേരിട്ട് കഴിഞ്ഞാൽ വരി നിങ്ങൾ നേരിട്ട് അടക്കാൻ കഴിയുമെങ്കിൽ അതിനർത്ഥം അല്ലെങ്കിൽ ഏജൻസികൾ ചെയ്യും. ശ്രദ്ധിക്കേണ്ടതുണ്ട്, നിങ്ങളുടെ ഗ്രൂപ്പിലും ഉത്തരവാദിത്വവും ഏൽപ്പിക്കണം. അല്ലാതെ നമ്മുടെ അനുഭവം അനുസരിച്ച് സാധാരണ വലിയ ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്ന ഒരു ഏരിയയാണ് മക്കയിലെ ഹജ്ജിന്റെ ദിശ. വാഹനത്തിന്റെ ടാക്സിക്കാര് പരമാവധി ചൂഷണം ചെയ്യും, കച്ചവടക്കാർ ചൂഷണം ചെയ്യും, എല്ലാ തരം ചൂഷണങ്ങളും നടപാടുന്ന പ്രദേശമാണ് മക്കയിലെ ഹജ്ജിന്റെ ദിശ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ അനുഭവത്തിൽ നമ്മുടെ ഗ്രൂപ്പിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളൊരു ക്യാമ്പ് സന്ദർശിക്കാൻ പോയപ്പോൾ ആദ്യത്തിന്റെ എഴുതി അവിടുത്തെ വെളിപ്പെടുത്തി ഒരു ക്യാമ്പ് സന്ദർശിക്കാൻ പോയപ്പോൾ അവിടെ ആ ക്യാമ്പിൽ നിന്ന് കുറെ ആളുകൾ ഓടിപ്പോയിട്ട് പറയുന്നു, കേരള ഹജ്ജ് ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് വെടിവെക്കാനുള്ള തുക വാങ്ങാൻ വേണ്ടി നേരത്തെ ഒരാൾ കൊണ്ടുപോയി. അപ്പോ പൈസ കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കും. അദ്ദേഹം അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവിടെ ചോദിച്ചു, അങ്ങനെ വല്ല തീരുമാനമുണ്ടോ? കേരള ഹജ്ജ് ഗ്രൂപ്പിന്റെ ആരെങ്കിലും അങ്ങനെ വരി നടത്താനുള്ള പൈസ വാങ്ങുന്നത് അങ്ങനെ നമ്മൾ തീരുമാനിച്ചിട്ട് ഒരാൾ പോയിട്ടില്ല. പിന്നെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അങ്ങനെ നല്ല ഫാൻസൊക്കെ ഉണ്ടാക്കി ചെയ്ത് ആളുകൾ നടത്തും. നിങ്ങളുടെ വലിയ കാര്യം ഞങ്ങൾ ഏറ്റവും നിങ്ങൾ 5000 റിയാൽ തന്നാൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്ന നിങ്ങൾ നടക്കും. ഞാൻ പറഞ്ഞത് വലിയ അങ്ങനെയല്ല ഏൽപ്പിക്കേണ്ടത്, ഉത്തരവാദിത്വം ഏൽപ്പിക്കണം. വലിയ നടത്തുന്നത് ഒരുപക്ഷെ നമ്മുടെ കൈകൾ നടക്കാൻ അവസരം കിട്ടില്ല. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തയിൽ ആ ചിന്ത ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ 90ാമത്തെ വയസ്സിൽ പ്രാർത്ഥിച്ചിട്ട് അല്ലാഹുവേ എനിക്കൊരു കുഞ്ഞിനെ തരണം, എഴുത്തിനി എന്നെ അനന്തരമെടുക്കുക, ഞാൻ നിർവഹിച്ച ജോലി പിന്നെ ചെയ്തു തീർക്കുക, ഞാൻ ചെയ്ത കച്ചവടം ഏറ്റെടുക്കുന്ന, ഞാൻ വെച്ചുപുലർത്തി എന്ന കൃഷികൾ ഏറ്റെടുക്കുന്ന അല്ല, അള്ളാഹുവിന്റെ ദീൻ ഈ ഭൂമിയിൽ നിലനിർത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ച കർമ്മങ്ങൾ പൂർണ്ണമായി പ്രവർത്തിക്കൊണ്ടുപോകാൻ പടച്ചവനെ എനിക്ക് കുഞ്ഞിനെ ഏതൊരു പിതാവിന്റെയും മാതാവിന്റെയും ആഗ്രഹമാണ് ഒരു കുഞ്ഞ്. അങ്ങനെ പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞിനെ ബലി കൊടുക്കാൻ അള്ളാഹുവിന്റെ അനുസരിച്ച് ബലി കൊടുക്കുന്ന രംഗം നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ മനസ്സുണ്ടാകണം. ഇസ്മായിൽ അലൈഹിസ്സലാമെ ഇബ്രാഹിം അലൈഹിസ്സലാം അറുത്തതുപോലെ നമ്മുടെ പുല്ലുകളെ നമ്മൾ അറിഞ്ഞേണ്ടി വരുമായിരുന്നു. അള്ളാഹു കാത്തിരക്ഷിച്ചുകൊണ്ട് ആടിനെയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ മുഴുവൻ മക്കളെയും നമ്മുടെ മുഴുവൻ സമ്പത്തും അള്ളാഹുവിന് വേണ്ടി ബലി കൊടുക്കാമെന്നുള്ള അള്ളാഹു പറഞ്ഞാൽ അത് കൊടുക്കാനുള്ള സന്നദ്ധതയാണ് നമ്മൾ തെളിയിക്കേണ്ടത്. ഇസ്മായിൽ അലൈഹിസ്സലാമിയുടെ ബലിയുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ തീരുമാനമുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിലാക്കണം. അങ്ങനെയായിരിക്കും ബലി. പിന്നെ ഇഫാദയുടെ നവാസും സഹീമും പിന്നെയും നടക്കുന്നു. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിർവഹിക്കുമ്പോൾ ഒരു ഹാജി ഏറ്റവും പ്രധാനമായി സ്വീകരിക്കേണ്ടത് ഇബ്രാഹിം അലൈഹിസ്സലാമിയെയും ഇസ്മായിൽ അലൈഹിസ്സലാമിയെയും ഹാജറാഹുവിന്റെയും ഒപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂടെയുള്ള സഹാബികളും അനുഭവിച്ച പ്രയാസങ്ങളും ത്യാഗങ്ങളും തന്റെ ജീവിതത്തിൽ ഇനി ഞാൻ അള്ളാഹു ക്ഷണിച്ചിരിക്കുന്നു, മക്കയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ ഭവനമായ സഅദിയിലേക്ക് പത്തനാപുരത്ത് നിന്ന് എന്നെ ക്ഷണിച്ച് ഞാൻ എത്തിയിരിക്കുന്നു. ഇവിടെ എത്തിയിട്ട് ഞാൻ തിരിച്ചു പോകേണ്ടത് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിനിധിയാണ്. പ്രവാചകന്റെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണക്കാരനായി ആ ഉത്തരവാദിത്ത നിർവഹണത്തിലാണ് ഞാൻ പോകേണ്ടത്. നാട്ടിൽ പോയിട്ട് ഇനി എനിക്ക് ചെയ്യാനുള്ള ജോലി പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്ത ജോലി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ജോലി, അറബിയിലുള്ള ലക്ഷക്കണക്കിന് സഹാബികൾ ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കാൻ വേണ്ടി പോയി ചെയ്ത ആ ജോലി നിർവഹിക്കാനായിരിക്കണം ഹജ്ജിലൂടെ നിങ്ങൾ നേടിയിരിക്കുന്നത്. പടച്ചതമ്പുരാൻ നമുക്ക് തോന്നിയിരിക്കുന്നത് അള്ളാഹു എന്തു മനസ്സിലാണോ ഹജ്ജ് കൊണ്ട് തീരുമാനമാക്കിയിരിക്കുന്നത് ആ ഹജ്ജ് കൊണ്ട് നിർവഹിക്കാനുള്ള യഥാർത്ഥ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ നമുക്കൊക്കെ നോക്കിയിരിക്കുകയാകട്ടെ. അക്ഷരാർത്ഥത്തിൽ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഹജ്ജിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഏറ്റെടുത്ത് നിർവഹിക്കാൻ കഴിവും പ്രാപ്തിമാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മക്കയിൽ ഹജ്ജിനായെത്തുന്ന ആളുകളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹജ്ജത്തുൽ വദാഇൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രസംഗം അത് അനുഗ്രഹമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹുവേ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തിരക്കുകളിലുള്ള അസ്വസ്ഥതകളൊന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന നമ്മുടെ ഹാജിമാരെ അല്ലാഹു സംരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് അസ്വസ്ഥതകളും പ്രയാസങ്ങളും കാലാവസ്ഥയുടെ മാറ്റങ്ങളും ഒക്കെ അനുഭവപ്പെടുന്നു. അല്ലാഹുവേ ഞങ്ങളുടെ ഹാജിമാരെ സംരക്ഷിക്കണേ. അല്ലാഹുവേ മദീനയിലെ തണുപ്പ് അനുഭവിക്കാൻ ഒരുപക്ഷെ പ്രയാസം ഉണ്ടാകും. അല്ലാഹുവേ അത്തരം കാലാവസ്ഥകളിൽ പൂർണ്ണമായ ആരോഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് പോകുന്ന പ്രായമുള്ള ഹജ്ജിമാരും ഹജ്ജമാരും അല്ലാഹുവേ അവർക്ക് എല്ലാ നിഗ്രഹങ്ങളും ചെയ്തിട്ടുണ്ട് തമ്പുരാനെ. ആരോഗ്യം നൽകണേ തമ്പുരാനെ. നീ അത്ഭുതകരമായി ഹജ്ജ് നിർവഹിച്ച ചരിത്രമുണ്ട് ഒരുപാട് ആളുകൾ. അത്തരം അത്ഭുതങ്ങളിലൂടെ പ്രയാസം അനുഭവിക്കുന്ന ആരോഗ്യമില്ലാത്ത ഞങ്ങളുടെ സഹോദരിമാരെയും സഹോദരന്മാരെയും ഹജ്ജ് പൂർണ്ണാർത്ഥത്തിൽ നിർവഹിക്കാൻ നീ അവസരം നൽകണം തമ്പുരാനെ. അത്ഭുതകരമായി ഹജ്ജ് നിർവഹിക്കാൻ നീ അവസരം നൽകണം തമ്പുരാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا برحمتك يا ارحم الراحمين واخر دعوانا